വേറൊരു കാര്യം, ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഈ താങ്കൾക്ക് ഈ ഉപകരണം കാണാനില്ല എന്നുള്ളൊരു അന്വേഷണം ഉണ്ടല്ലോ, അത് താങ്കളുടെ തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. താങ്കൾ അന്വേഷണ സമിതിയോട് ഇതിങ്ങനെ കാണാനില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അന്വേഷണം എന്നാണ് ഇന്നലെ സൂപ്രണ്ടും പ്രിൻസിപ്പലും പറഞ്ഞത്. മാത്രമല്ല, ഈ വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് ഒരു കോൾ വരികയും അക്കാര്യം എടുത്തു പറയണം, ആ റിപ്പോർട്ടിലെ ആ ഭാഗം എടുത്തു വായിക്കണമെന്ന് DME തന്നെ നിർദ്ദേശം കൊടുത്തു എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ ഉത്തരം പറയാം, പക്ഷെ നിങ്ങളിത് വളച്ചൊടിച്ച് പിന്നെ ഇത് വിവാദമാക്കരുത്. അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ വ്യക്തമായിട്ട് കൊടുക്കേണ്ടത് നിങ്ങളുടെ ധാർമ്മികതയാണ്. ധാർമ്മികതയാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഏതോ ഒരു ഭാഗം കാണുന്നില്ല എന്ന് ആരോ പറഞ്ഞു. ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് എന്നെ അവരെ കൊണ്ടുപോവുകയോ തെളിവെടുപ്പ് നടത്തുകയോ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയോ ഒന്നും ചെയ്യില്ല. ഞാൻ OP നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ എൻക്വയറി വിളിക്കുന്നത്. രാവിലത്തെ എൻക്വയറിയിലൊന്നും അല്ല ഇത് ചോദിച്ചത്. വൈകുന്നേരം ഇത് അവർ കൺക്ലൂഡ് ചെയ്യാനുള്ള സമയത്ത് ഇങ്ങനെ അവർ കാഷ്വലായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച്, ഡോക്ടർ എങ്ങനെയുണ്ട്, സുഖമാണോ, എന്തൊക്കെയാണ് ഇവിടുത്തെ ജോലികൾ, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെ അവർ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു അവിടെ എന്തോ ഈ ഉപകരണത്തിൻ്റെ എന്തോ ഒരു സാധനം കാണാതെ പോയെന്ന്, കാണുന്നില്ല എന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു പക്ഷേ ശരിയായിരിക്കും, നമുക്ക് നോക്കിയെടുക്കാം. കാരണം അത് നമുക്ക് ഒരുപാട് ഉപകരണങ്ങൾ അവിടെ ഉണ്ട്, പലതിൻ്റെ സാധനങ്ങൾ പല ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിലൊന്നും ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ഭാഗം കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെയല്ലേ, നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു സാധനം ഇരിക്കുന്നു, അതിൻ്റെ സാധനം റിമോട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കാണാൻ പറ്റുമോ? അത് എവിടെയെങ്കിലുമൊക്കെ കാണും, അത് നമ്മൾ നോക്കിയെടുക്കും. അങ്ങനെ ഇത്രയോ ഭാഗത്തായിട്ട് ചെതറിക്കിടക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞത് അല്ലാതെ അത് ഓസിലോസ്കോപ്പ് കാണുന്നില്ല എന്ന് ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ റിപ്പോർട്ട്, ഈ ഇംഗ്ലീഷിൽ അടിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഞാൻ കണ്ടതല്ല. എനിക്ക് അവർ മലയാളത്തിലൊരു റിപ്പോർട്ട് എഴുതി തന്നിരുന്നു. അതിനകത്തൊന്ന് കുറച്ചൊക്കെ വായിച്ചു നോക്കി. അപ്പോൾ അത് പറഞ്ഞ് അത് കുഴപ്പമില്ല സാറേ, അത് മൊഴി വായിച്ച് കേട്ടു, ഒപ്പിട്ട് മൊഴി വായിച്ച് നോക്കി, ഞാൻ മൊഴി വായിച്ച് കേട്ടു എന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അത് ഞാൻ എഴുതി കൊടുത്തു. നമുക്കിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാം, എൻ്റെ ക്ലാസ്മേറ്റ്സാണ്, എൻ്റെ കൂടെ പഠിച്ചവരാണ്, എൻ്റെ അതേ ബാച്ചാണ് ജയകുമാർ, പത്മകുമാർ, ഗോമതി മാഡം, ഇവരെല്ലാം നമ്മളെന്നും കാണുന്നവരാണ്. ഇവർ നമ്മളങ്ങനെ ആവശ്യമില്ലാത്ത ഇതിനകത്ത് നമുക്കങ്ങനെ കാര്യങ്ങൾ എഴുതി വയ്ക്കും എന്നുള്ളത് എനിക്കും അറിയത്തില്ല. അങ്ങനെ അതിലില്ലാതാൻ അതിനകത്ത് ഇപ്പോഴും എഴുതിയിരിക്കുന്ന എന്തോ ഒരു ഭാഗം കാണാതെ പോയി, എന്തോ ഒരു ഭാഗം അതിന് പല ഭാഗങ്ങളുണ്ട്. അതിലെന്തോ ഒരു ഭാഗം, അതിന് ചാർജറുണ്ട്, അതിന് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പല സാധനങ്ങളുണ്ട്. അത് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. അതിന് ബാറ്ററി ഉണ്ട്, അതിൻ്റെ കേസുണ്ട്, അതിന് കേബിളുകളുണ്ട്. എന്തോ ഒരു ഭാഗം കാണുന്നില്ല എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ സിസ്റ്റർ പറഞ്ഞു കാണുമായിരിക്കും. ആരാണ് പറഞ്ഞതെന്ന് അറിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നോക്കിയെടുത്തെല്ലാം കൃത്യമായിട്ട് വെച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം വന്നതുകൊണ്ട് പിന്നെ നമ്മളത് എടുത്ത് വെച്ചു. അത് നേരത്തെ MP ഫണ്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചിരിക്കുന്നതുകൊണ്ട് ആ ഉപകരണത്തിൻ്റെ പേര് പല പ്രാവശ്യം ഫോട്ടോ എടുക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും, പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകും, പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും, പിന്നെ തിരിച്ചെടുത്ത് വയ്ക്കും, പിന്നെ എടുത്ത് വയ്ക്കും, പിന്നെ ഫോട്ടോ എടുക്കും. അപ്പോൾ വരുന്ന ചിലപ്പോൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയിരിക്കും വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നത്. അവർ വന്ന് വയ്ക്കും, പിന്നെ അത് എടുത്ത് വയ്ക്കും. എപ്പോഴും ഞാൻ അതിൻ്റെ പുറകെ ഇരിക്കാൻ പറ്റുമോ? നമുക്കൊരു ഡോക്ടറല്ലേ. ഞാൻ 24 മണിക്ക് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എൻ്റെ ഒപ്പം പേഷ്യൻസാണ്. നമ്മളിതെല്ലാം നോക്കിയിരിക്കാനാണ് നമുക്ക് സമയം. നമ്മളൊരു സാറും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ചെയ്യല്ല. നമുക്ക് ഇത് രോഗികളെ നോക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ ആ സമയത്ത് ഇത് ഓരോരുത്തരും അത് പറയും, ഇത് പറയാം, ഞാൻ പറയാം, അത് എടുത്ത് അവിടെ വെയ്, ഇതെടുത്ത് ഇവിടെ വെയ് എന്നൊക്കെ പറയാം. ഇതൊക്കെ നോക്കാനുള്ള സംവിധാനങ്ങൾ ബയോമെഡിക്കൽ വിഭാഗവും അതിൻ്റെ സ്റ്റോക്കും ഒക്കെ അവിടെ ഉള്ളതാണ്. അവരൊക്കെയാണ് നോക്കാനുള്ളത്. ഇതിലിപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണാതായി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞത്. പക്ഷെ മന്ത്രി പറഞ്ഞത് ഉപകരണം കാണാനില്ല എന്നാണ്. മാഡത്തിന് അതങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അത് എന്തോ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. മാഡം നമുക്ക് വളരെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. മാഡം ഇതിൻ്റെ കൂടെ നിന്ന് എന്നെ ആശുപത്രി മാഡം വന്ന് സന്ദർശിച്ച് മാഡം അത് ഞാൻ ഉണ്ടാക്കിയ ആരോപണത്തിൽ മാഡത്തിന് വളരെ ദുഃഖമുണ്ട്. മാഡത്തിന് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് മാഡം ഞാൻ ക്ഷമ ചോദിച്ചു. ഞാനത് അങ്ങനെ മാഡത്തിനെ ഉദ്ദേശിച്ചിട്ടല്ല അത് ചെയ്തത്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ മാഡം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഈ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിനുണ്ടായ മെല്ലെപ്പോക്ക്, ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ ആംഗിൾ മാറി വേറെ രീതിയിലൊക്കെ പോയിന്നേ ഉള്ളൂ. എന്തായാലും മാഡം വളരെ സപ്പോർട്ടാണ്. മാഡം മാത്രമല്ല, സർക്കാർ മുഴുവൻ എൻ്റെ ഒപ്പമുണ്ട്. അവർ ഇപ്പം തന്നെ ഈ കഴിഞ്ഞ 1-2 ആഴ്ചയ്ക്കകത്ത് തന്നെ ഞാൻ ചോദിച്ച പല ഉപകരണം, ഈ വിവാദമായിട്ടുള്ള ലിത്തോക്ലാസ്റ്റ് പ്രോബ് തന്നെ അത് 12 എണ്ണം അത് സാങ്ഷനാക്കി, നെഫ്രോസ്കോപ്പ് വാങ്ങിച്ചു തന്നു. ESWL ഉടനെ തന്നെ വരുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അത് മാസങ്ങൾക്കകത്ത് ഉറപ്പ് വരുന്നുണ്ട്. പിന്നെ യൂറോഡൈനാമിക്സ് മിഷൻ പല സാധനങ്ങളും നമ്മൾ ചോദിച്ചിരുന്ന സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് വാങ്ങിച്ചു തരാം. ഒരു പക്ഷേ
ഇതൊന്നും ഞാൻ ആദ്യം റിക്വസ്റ്റ് ചെയ്തിരുന്നൊന്നും സർക്കാർ തലം വരെ എത്തിയിരുന്നില്ല. അതാവണം കാരണം. അതിൻ്റെ ഇടയ്ക്കുള്ള ഏതൊക്കെയോ നമുക്കറിയാമല്ലോ, ഏതൊക്കെയോ ഓഫീസുകളിൽ ഇതിങ്ങനെ കെട്ടിക്കിടന്നതാവാം പ്രശ്നം. ഇതിന് ഞാൻ ഗവൺമെൻറ് നമുക്കൊരിക്കലും കുറ്റം പറയാമെന്ന് എനിക്ക് ഇതിനകത്ത് താല്പര്യമില്ല.